ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 202 അഷ്ടാംഗ ഹൃദയം. ഭാഗം 202 അഷ്ടാംഗ ഹൃദയം ഇവിടെ ആരംഭിക്കുന്നു. കായിക്കരയിൽ ഗോവിന്ദൻ വൈദ്യൻ എന്നൊരു മഹാപണ്ഡിതനുണ്ടായിരുന്നു. അഷ്ടാംഗ ഹൃദയത്തിന് വ്യാഖ്യാനം ചമച്ചിട്ടുള്ള ആളായിരുന്നു അദ്ദേഹം. ഇടയ്ക്കിടെ ശിവഗിരിയിലെത്തി ഗുരുദേവനെ നമസ്കരിച്ചു പോരുന്ന പതിവ് വൈദ്യനുണ്ടായിരുന്നു. ഒരു ദിവസം വൈദ്യൻ എത്തിയപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, നാം അഷ്ടാംഗ ഹൃദയം വായിച്ചിട്ട് വർഷങ്ങളേറെ ആയല്ലോ, വൈദ്യന് അതൊന്ന് വായിക്കാമോ? വൈദ്യൻ അത് സമ്മതിച്ചു. അടുത്ത ദിവസം തന്നെ അഷ്ടാംഗ ഹൃദയവുമായി വൈദ്യൻ ഗുരുസന്നിധിയിലെത്തി വായന തുടങ്ങി. ക്ലിഷ്ടമായ ഒരു ഭാഗം വായിച്ചപ്പോൾ അത് വ്യാഖ്യാനിക്കാമോ എന്ന് ഗുരുദേവൻ ചോദിച്ചു. വ്യാഖ്യാനിക്കാം എന്ന് പറഞ്ഞ് വൈദ്യൻ അതിൻ്റെ അർത്ഥം വിശദീകരിച്ചു. അതെല്ലാം കേട്ടിരുന്ന ഗുരുദേവൻ യാതൊരു അഭിപ്രായവും പറയുകയുണ്ടായില്ല. അപ്പോൾ വൈദ്യന് താൻ വ്യാഖ്യാനിച്ചതിൽ എന്തെങ്കിലും അപാകത കടന്നുകൂടിയിട്ടുണ്ടോ എന്ന് ഒരു ആശങ്കയുണ്ടായി. അപ്പോൾ വൈദ്യൻ പതുക്കെ ചോദിച്ചു, എൻ്റെ വ്യാഖ്യാനത്തിൽ എവിടെയെങ്കിലും പിഴവ് പറ്റിയിട്ടുണ്ടോ സ്വാമി? ഗുരുദേവൻ അഷ്ടാംഗ ഹൃദയത്തിലെ ആ ക്ലിഷ്ടഭാഗം ഒരിക്കൽ കൂടി വായിക്കുവാൻ ആവശ്യപ്പെട്ടു. വൈദ്യൻ വീണ്ടും ആ ഭാഗം വായിച്ചു. അപ്പോൾ ആ വരികളിലെ ചില അക്ഷരങ്ങൾക്ക് സ്ഥാനഭേദം വരുത്തിയതും ചില അക്ഷരങ്ങൾ ഒഴിവാക്കിയും പുതിയ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്തും ആ ഭാഗം ഗുരുദേവൻ ഒന്ന് പരിഷ്കരിച്ചു. എന്നിട്ട് വൈദ്യനോട് ഗുരുദേവൻ ആ ഭാഗം വീണ്ടും വായിക്കുവാൻ ആവശ്യപ്പെട്ടു. അത്തവണ വളരെ സുഗമമായി വായിക്കുവാൻ വൈദ്യന് കഴിഞ്ഞു. ഗുരുദേവൻ്റെ ആ പാഠഭേദത്തിൽ വൈദ്യൻ അത്യാശ്ചര്യം പൂണ്ടു. ആയുർവേദ രംഗത്തെ മഹാ ആചാര്യന്മാർക്ക് പോലും സാധിക്കാനാവാത്ത കാര്യമാണ് ഗുരുദേവൻ ഞൊടിയിടയിൽ സാധ്യമാക്കിയത്. അഷ്ടാംഗ ഹൃദയത്തിന് ഇത്തരം പാഠഭേദം യോജിക്കുമോ? വൈദ്യൻ ആരാഞ്ഞു. അപ്പോൾ ഗുരുദേവൻ അഷ്ടാംഗ ഹൃദയത്തെപ്പറ്റി അതുവരെ ആരും പറഞ്ഞിട്ടില്ലാത്ത ചില രഹസ്യങ്ങൾ വൈദ്യന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഇപ്രകാരം അരുളി ചെയ്തു, അഷ്ടാംഗ ഹൃദയം രചിച്ചിട്ട് ശതാബ്ദങ്ങൾ എത്രയോ ആയി. ഇതിനിടയിൽ പല സ്ഖലിതങ്ങളും അതിൽ കടന്നുകൂടിയിട്ടുണ്ട്. വൈദ്യന്മാർ അതൊന്നും കണ്ടെത്താതെയും മനസ്സിലാക്കാതെയും പുസ്തകത്തിൽ കാണും വിധം ചികിത്സ നിശ്ചയിക്കുന്നു. അതുകൊണ്ടാണ് ചിലപ്പോൾ ഫലിക്കാതെ വരുന്നത്. അങ്ങനെ കടന്നുകൂടിയ ഒരു സ്ഖലിത ഭാഗമാണ് ആ നേരത്ത് ഗുരുദേവൻ പാഠഭേദത്തിലൂടെ ശുദ്ധി ചെയ്യുകയുണ്ടായത്. ശരണമാകണേ 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 പരമസദ്ഗുരു, ശരണമാകണേ 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 പരമസദ്ഗുരു, പരബ്രഹ്മമൂർത്തേ പരബ്രഹ്മമൂർത്തേ ശരണമാകണേ പരമസദ്ഗുരു. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 202 അഷ്ടാംഗ ഹൃദയം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.